കൊച്ചിയിലെ കച്ചവടം മുഴുവൻ നടന്നിരുന്നത് മട്ടാഞ്ചേരിയിലാണ്. കൊച്ചിക്കാരെ കാണണമെങ്കിൽ വഴി കാണണമെന്നാണ് പറയണം. അവരുടെ കയ്യിൽ അന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും സ്റ്റൈലിഷായ ഡ്രസ്സായിരിക്കും ഇട്ടിട്ടുള്ളത്. അതാണെങ്കിലും പെൺപിള്ളേരും എല്ലാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അവിടെ എസ് ഐ ആയിരിക്കുമ്പോഴാണ് ഈ മുക്കാല മുക്കാബില ആ പാട്ടൊക്കെ AR റഹ്മാന്റെ പാട്ടെല്ലാം വന്നത്. അതിന് സാങ്ഷൻ മേടിച്ചുകൊണ്ട് പോയി 10-65 പിള്ളേർ റോഡ് സൈഡിലിരുന്ന് അടിപൊളി ഡാൻസ് വെളുക്കുന്നത് വരെ. പിന്നെ സംഗീതം, തുമ്പായുടെ ഗസല്, അത് മട്ടാഞ്ചേരിക്കാരുടെ സ്വന്തമാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഗാട്ട ഗുസ്തി. ഒരു നല്ലൊരു വൈബുള്ള മനുഷ്യരാണ്. പിന്നെ അവിടുത്തെ ഭക്ഷണം പറയാതിരിക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യമെങ്കിലും കായ്ക്കാൻ്റെ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയുസ് നാവിൽ നിന്ന് പോകത്തില്ല. ഇത്രയൊക്കെ നല്ല മനോഹരമായ ഒരു സ്ഥലം, മനോഹരമായ ഒരു കൾച്ചർ, അതുപോലെ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷം, ഇങ്ങനെയൊക്കെ കൊണ്ട് നല്ല ഒരു ജനമാണ്. ഈ കലാപത്തെ തുടർന്ന് ഈ കടകളെല്ലാം കുത്തിപ്പൊളിച്ചിട്ട് മുഴുവൻ അരി, വെളിച്ചെണ്ണ, ചക്കര, അതുപോലെ പഞ്ചസാര, ഇതെല്ലാം കൂടെ റോഡിൽ കൂടിക്കിടന്നിട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത വിധം ഒരു റോഡ് നിറച്ച് ഈ വക സാധനങ്ങളുണ്ടെന്ന് നമ്മൾ സങ്കല്പിച്ച് നോക്കി. ഭയങ്കര ടോട്ടൽ ബ്ലണ്ടർ, മൊത്തം അടിച്ച് പൊളിച്ച് നശിപ്പിച്ചു. അതായത് ഇനി ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് തോന്നുന്ന വിധം ആ പ്രദേശം കൂടെ നശിപ്പിച്ചിരുന്നു.